കുടുംബ കോടതി, മലമുകളിലെ ചുവന്ന രഹസ്യം. വയനാട്ടിലെ മുള്ളൻകൊല്ലിയിൽ മഞ്ഞ് വീണ ഒരു പുലർകാലം. സ്കൂൾ തുറക്കാൻ ഇനി വെറും 4 ദിവസമേ ബാക്കിയുള്ളൂ. കോഴിക്കോട് നിന്ന് വന്ന കസിൻസും കൂട്ടുകാരും മടങ്ങാൻ സമയമായി. പക്ഷേ അതിനു മുൻപ് ഐക്യുമാൻ ക്രിസ്റ്റിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് ആ വലിയ മലയുടെ മുകളിൽ പോയാലോ? ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ടതും എല്ലാവരും റെഡി. ഒന്ന്, സാഹസിക സംഘം. ടീമിൽ 11 പേരുണ്ട്. ക്രിസ്റ്റി, ഐക്യുമാൻ ആൻഡ് ഉണ്ണി പ്ലാൻ മാസ്റ്റർമാർ. ഉണ്ണിയുടെ കസിൻ ക്രിസ്റ്റി, മറ്റൊരു ചുണക്കുട്ടി. ചക്കര, വാവ, അച്ചു, അമ്മു, ലിറ്റി, മണി, പെൺപട. അച്ചുവും അമ്മുവും ജോപ്പന്മാരുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ്. കുക്കു, എപ്പോഴും തമാശക്കാരൻ. 2 ജോപ്പന്മാർ, കുട്ടിപ്പട്ടാളം. അച്ചുവും അമ്മുവും കൂടി 2 ജോപ്പന്മാരെയും സൈക്കിളിന്റെ മുന്നിലിരുത്തി. ബാക്കി എല്ലാവരും സൈക്കിളുകളിൽ മലയുടെ താഴ്വരയിലേക്ക് കുതിച്ചു. വഴിയിൽ പുഴയും മലകളും കണ്ട് അവർ ആസ്വദിച്ചു. കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചും ചിരിച്ചും അവർ മലമുകളിലെത്തി. 2. മലമുകളിലെ നിഗൂഢത. മലമുകളിലെത്തിയപ്പോൾ എല്ലാവരും കല്ലുകൾ വാരി ദൂരേക്കെറിയുന്ന മത്സരത്തിലായി. പെട്ടെന്ന് മലയുടെ ഉള്ളിൽ നിന്ന് ആരെയും പേടിപ്പിക്കുന്ന ഒരു ശബ്ദം, സ്ക്രീച്ചിങ് സൗണ്ട് കേട്ടു. ബാക്കി 9 പേരും ഭയന്ന് ഓടിയപ്പോൾ ഐക്യുമാൻ ക്രിസ്റ്റിയും ഉണ്ണിയും മാത്രം ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് നീങ്ങി. അവിടെ കല്ലുകൾക്കിടയിൽ തിളങ്ങുന്ന 2 ചുവന്ന കല്ലുകൾ അവർ കണ്ടു. കാണാൻ കൃത്യം മാണിക്യം, റൂബി പോലെ. ഇത് സാധാരണ കല്ലല്ലെന്ന് ക്രിസ്റ്റിക്ക് തന്റെ ഐക്യു വെച്ച് മനസ്സിലായി. ആരും കാണാതെ ക്രിസ്റ്റി ഒരു കല്ല് കയ്യിലൊതുക്കി മറ്റൊന്ന് ഉണ്ണിക്ക് കൊടുത്തു. ഇത് ആരോടും പറയണ്ട, നമ്മുടെ രഹസ്യം. ക്രിസ്റ്റി ആംഗ്യം കാണിച്ചു. 3. വലിയ വേർപിരിയൽ. വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരുടെയും മാതാപിതാക്കൾ വയനാട്ടിലെത്തി. എല്ലാവർക്കും കോഴിക്കോട്ടേക്ക് മടങ്ങണം. വയനാട്ടുകാരായ ക്രിസ്റ്റിക്കും അമ്മുവിനും ലിറ്റിക്കും അവിടെ നിൽക്കാം. പക്ഷേ ഉണ്ണിയും ചക്കരയും വാവയും കുക്കുവും മണിയും ജോപ്പന്മാരും വണ്ടിയിൽ കയറി. ഉണ്ണിയുടെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. തന്റെ കീശയിലുള്ള ആ ചുവന്ന കല്ല് ആരെങ്കിലും കാണുമോ? ആ മലയിലെ ശബ്ദം ആ കല്ലിന്റേതാണോ? 4. കോഴിക്കോട്ടെ അത്ഭുതം. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഉണ്ണി കോഴിക്കോട്ടെ തന്റെ വീട്ടിലെത്തി. ആരും കാണാതെ അവൻ ആ കല്ല് തന്റെ മുറിയിലെ മേശവലിപ്പിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഉണ്ണി മെല്ലെ ആ വലിപ്പ് തുറന്നു. അവൻ ഞെട്ടിപ്പോയി. വയനാട്ടിലെ മലയിൽ വെച്ച് കണ്ടതിനേക്കാൾ കൂടുതൽ ആ കല്ല് ഇപ്പോൾ തിളങ്ങുന്നു. അതിൽ നിന്നൊരു ചെറിയ ചൂട് വരുന്നുണ്ട്. അതേസമയം മൈലുകൾക്കപ്പുറം വയനാട്ടിലെ വീട്ടിലിരുന്ന് ക്രിസ്റ്റിയും തന്റെ കയ്യിലുള്ള കല്ല് നോക്കുകയായിരുന്നു. 2 കല്ലുകളും ഒരേപോലെ മിന്നുന്നു. ഈ കല്ലുകൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അത് ആ മലയുടെ രഹസ്യത്തിലേക്കുള്ള താക്കോലാണോ? സ്കൂൾ തുറന്നാലും ഈ രഹസ്യം അവരെ പിന്തുടരുമെന്ന് ഉറപ്പായി.